ആർത്തിപൂണ്ട മനുഷ്യൻ്റെ വിഷലിപ്തമായ സ്പർശത്താൽ കരിഞ്ഞുണങ്ങിപ്പോയ പച്ചപ്പും വറ്റി വരണ്ട പുഴയും നിലം പരിശായ കുന്നുകളും കവി ഹൃദയത്തിൽ ഉണർത്തുന്ന ഹൃദയഭേദകമായ തേങ്ങലുകളാണ് ഈ കവിതകളിൽ പ്രതിഫലിക്കുക. ജീവൻ പൂത്തുലയുന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സൃഷ്ടവസ്തുക്കളെ പിഴുതെറിഞ്ഞ് മനുഷ്യൻ സൃഷ്ടിക്കുന്ന നാഗരികതയുടെ സിമൻ്റ് കാടുകൾ അവൻ്റെ തന്നെ ശവക്കുഴിയായി പരിണമിക്കുമെന്ന് കവിയുടെ മുന്നറിയിപ്പിന് ഏറെ ഗൗരവത്തോടെ ചെവി കൊടുക്കേണ്ടിയിരിക്കുന്നു. തേൻവരിക്കയും മധുരനാരങ്ങയും നാട്ടുമാമ്പഴവും നഷ്ടമായ നമ്മുടെ ഉണ്ണികൾക്ക് നാം വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് വിഷം വാങ്ങിക്കൊടുക്കാൻ മത്സരിക്കുന്നുവെന്ന് കവി വേദനയോടെ പരിതപിക്കുന്നു. പ്രാണവായുവും ജീവജലവും സ്വന്തം ആത്മാവിനെ പോലും കമ്പോളത്തിൽ വെച്ച് വിലപേശുന്ന അണുപ്രസരണം വാദിച്ച ആധുനിക മനസ്സുകളുടെ വികലതകളെ ഒരു കണ്ണാടിയിലെന്ന പോലെ പ്രതിഫലിപ്പിക്കുവാൻ കവിക്ക് കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തോടും മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള പൊക്കിൾക്കൊടി ബന്ധത്തെ മുറിച്ചു കളഞ്ഞ് ആത്മനിർവൃതി അടയുവാൻ ശ്രമിക്കുന്ന ആധുനിക മനുഷ്യനുള്ള ഒരു താക്കീതായി രാജേഷ് പുഞ്ചത്തലയ്ക്കൽ SJയുടെ കവിതാസമാഹാരമായ സർഗഗീതം നിലകൊള്ളുന്നു. തിരികെ തരുമോ? ഗൃഹാതുരതയുടെ ലോകത്തിലേക്ക് ഒരു കാവ്യയാത്ര. നഷ്ടമായത് എന്നെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലൂടെ കവിയുടെ പ്രതീക്ഷകൾ ചുവടുവയ്ക്കുന്നു. ഞെട്ടുന്നു ഞാൻ എൻ്റെ കനകസിംഹാസനം, നഷ്ടമാകുന്നതിൻ വേദനയും പേറി പുസ്തകത്താളിൻ ഉള്ളിൽ ഒളിപ്പിച്ച കൊച്ചുമയിൽ പീലി പെറ്റില്ലിതുവരെ. ഞെട്ടുന്നു ഞാൻ എൻ്റെ കനകസിംഹാസനം, നഷ്ടമാകുന്നതിൻ വേദനയും പേറി പുസ്തകത്താളിൻ ഉള്ളിൽ ഒളിപ്പിച്ച കൊച്ചുമയിൽ പീലി പെറ്റില്ലിതുവരെ. കദളിക്കൈവാഴ തൻ കൈയൊടിച്ചിട്ടിന്ന് കാക്കവിരുന്നു വിളിച്ചു പറന്നുപോയി. മൈനതന്നോർമ്മകൾ ചുറ്റും തിരിയുന്നു, മിണ്ടുവാൻ വാക്കുകൾ ഇല്ലാതെ മണ്ടുന്നു. കദളിക്കൈവാഴ തൻ കൈയൊടിച്ചിട്ടിന്ന് കാക്കവിരുന്നു വിളിച്ചു പറന്നുപോയി. മൈനതന്നോർമ്മകൾ ചുറ്റും തിരിയുന്നു, മിണ്ടുവാൻ വാക്കുകൾ ഇല്ലാതെ മണ്ടുന്നു. ഉണ്ടായതും ഉണ്ടാവതും യാഥാർത്ഥ്യമറിവൂ ഞാൻ. യാഥാർത്ഥ്യങ്ങളെ ഇന്നെനിക്കുണർവേകുമടക്കിത്തരുമോ എൻ വയൽ പച്ചകൾ? ഇത്തിരി തണലുമാ നാട്ടുമാവും, ഇത്തിരി തണലുമാ നാട്ടുമാവും.